പുതുതലമുറയും നവീന ആഖ്യാന സങ്കേതങ്ങളും എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഈ വിഷയം തിരഞ്ഞെടുക്കാൻ ചിന്തയ്ക്കൊരു കാരണമുണ്ടായിരുന്നു. ചിന്ത പബ്ലിഷേഴ്സ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു വരുന്നൊരു പരമ്പരയായ കഥയമമ്മ ഏറ്റവും പുതിയ തലമുറയിലെ ശ്രദ്ധേയരായ കഥാകാരന്മാരുടെയും കഥാകാരികളുടെയും കഥകളാണത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കഥകൾ ഇങ്ങനെ നിരന്തരം അതിൻ്റെ രൂപമാറ്റം സംഭവിക്കുന്നു. കഥയിൽ മാത്രമല്ല, നോവലിലും. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഈ MD പറ്റി ദേശാഭിമാനി വാരിക ഒരു പതിപ്പിറക്കിയപ്പോൾ അതിൽ അശോകൻ ചരുവിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു തിരക്കഥയുടെ ഓൺലൈനുമായി MD കാണാൻ പോയി. MD അത് വായിച്ചിട്ട് ചോദിച്ചു, ആരാണ് ഈ ഓൺലൈൻ എഴുതിയത്? പറഞ്ഞു, അത് അശോകനാണ്. അപ്പോൾ ശരി, നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ആ കഥയിലേക്ക് കടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കാം, താങ്കൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കഥ, താങ്കളുടെ ജീവിത സ്പർശമുള്ളതാണ്. പക്ഷേ ഇതുകൊണ്ട് വായനക്കാർക്ക് അല്ലെങ്കിൽ കാഴ്ചക്കാർക്ക് എന്താണ് പ്രയോജനം? ആ ചോദ്യം പലതരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്. പഴയ സാമൂഹ്യപരത എന്നുള്ള പഴയതും പുതിയതുമായി എക്കാലം നിൽക്കുന്നൊരു ചോദ്യത്തിലേക്കോ അല്ലെങ്കിൽ കഥ എന്തിനെഴുതപ്പെടണം എന്നുള്ള ചോദ്യത്തിലേക്കോ ഒക്കെ അത് നീണ്ടുപോകുന്നു. അപ്പോൾ അതുപോലെ ഫ്രെഡറിക് ജെയിംസൺ അടുത്ത കാലത്ത് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് എഴുതിയ പല ലേഖനങ്ങളിലും അത് വന്നു. ഈ വായനയുടെ രണ്ട് ഭാവുകത്വങ്ങളെപ്പറ്റി, എഴുത്തിൻ്റെ രണ്ട് ഭാവുകത്വങ്ങളെപ്പറ്റി. ഒന്ന് കുലീനമായൊരു ഭാവുകത്വം, മികച്ച നോവലുകൾ, മികച്ച കൃതികൾ, വളരെ തത്വശാസ്ത്രപരമായ ചർച്ചകളൊക്കെ നടക്കുന്ന കുറച്ച് വായനക്കാരും ധാരാളം എഴുത്തുകാരുമുള്ള ഒരു മണ്ഡലം. അതുപോലെ ജനപ്രിയമായ ഒരു ഭാവുകത്വവും ധാരാളമായ വായനക്കാരും. ഇത് രണ്ടും രണ്ടായി നിൽക്കുമോ? ഒന്ന് മറ്റതിനെ സ്വാധീനിക്കുന്ന അവസ്ഥയിലേക്ക് വരുമോ? അപ്പോൾ അങ്ങനെ രണ്ടായിട്ട് നിൽക്കേണ്ടതില്ല എന്നാണ് ഫ്രെഡറിക് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കഥ എന്ന് പറയുന്നത് വളരെ ലളിതമായി തോന്നുമ്പോൾ, ആഖ്യാനം എന്ന് പറയുന്നത് ലളിതമായി തോന്നുമ്പോൾ, അതിലേക്ക് കടക്കുമ്പോൾ അത് നിരവധിയായ പ്രശ്നങ്ങൾ, കലാപരവും തത്വശാസ്ത്രപരവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങൾ അത് ഉയർത്തിവിടുന്നുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഈ അഖിൽ പി ധർമ്മജനും കെയർ ഓഫ് ആനന്ദി തുടങ്ങിയ പുസ്തകങ്ങൾക്ക് ധാരാളം വായനക്കാരുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ അതിൽ പലരും വളരെ കൺസെർട്ടഡായിട്ട് ഇതിനെ ഒരു വിപണിയിലെത്തിക്കാനുള്ള ശ്രമം ആണ് എന്ന് പറയുകയും അതിൽ കുറച്ച് ശരിയുണ്ടായിരിക്കാം. പക്ഷേ പുസ്തകം അങ്ങനെ വായിക്കാത്ത ആളുകൾ പോലും അത് വായിക്കുന്നുണ്ട്. ഇനി വായിച്ചില്ലെങ്കിൽ ഒരു കുറവാണെന്ന് തോന്നി ഒരു കുറ്റബോധം ജനിപ്പിക്കാൻ വരെ പ്രസാദർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ധാരാളമായി ആളുകൾ വായിക്കുന്നുണ്ട്. അതെന്താണ്? പുതിയ തലമുറയായിട്ട് കണക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അതിൻ്റെ ഭാഷാപരമായി മുൻപ് തലമുറ കണ്ടിരുന്നത് പോലെ അല്ല ഭാഷയെയും ആഖ്യാനത്തെയും കാണുന്നത്. പുതിയ ആഖ്യാന രീതികൾ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ ആഖ്യാനങ്ങളിലും പലതരം വ്യാഖ്യാനങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ കഥ ഉൾപ്പെടെയുള്ള ആഖ്യാന രൂപങ്ങളെ ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ അതിൽ പുതു തലമുറയും നവീന ആഖ്യാന സങ്കേതങ്ങളും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ഇന്നിവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രശസ്തരായ രണ്ട് കഥാകൃത്തുക്കളാണ്. സി അനൂപിനെ ഞാൻ ആദ്യം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ദുഗോപനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചു, കഥയമമ്മ എന്ന് പറയുന്ന സീരീസിലേക്ക് കുറച്ച് പുസ്തകങ്ങൾ, 5-6 പുസ്തകങ്ങൾ നമുക്ക് മുരളിയുടെയും മുരളിയുടെയും ഉണ്ണിയാറിൻ്റെയും സി അനൂപിൻ്റെയും ഹരിത സാവത്രി, ശ്രീബാല കെ മേനോൻ, ഇന്ദുഗോപൻ തുടങ്ങി പുസ്തകങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത്തരത്തിൽ ആ പരമ്പര വികസിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണ രൂപത്തിലാണ് ഇവിടെ ഇപ്പോൾ വരുന്നത്. ഈ വിഷയം ഞാൻ അവതരിപ്പിച്ചു, വിഷയം പറഞ്ഞു, അതിൻ്റെ പേരിൽ അവരുടേതായ രീതിയിൽ രണ്ടുപേരും ചർച്ചയിൽ പങ്കെടുക്കും. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ അതിനകത്തുണ്ടാകാം. ആദ്യത്തെ ഘട്ടം അവർ തമ്മിൽ ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നതാണ്. അപ്പോൾ ആദ്യം ഇന്ദുഗോപനിൽ നിന്ന് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഈ പുതുകാല ഭാവന, അതിൻ്റെ ഭാഷ, അതിനെ സംബന്ധിച്ചാണ് നമ്മളിന്ന് ഇപ്പോഴത്തുള്ള ഒരു ചർച്ച എന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പം ഈ കഥയമ്മയിൽ തന്നെ പുതിയ തലമുറയിലുള്ളതും അല്ലെങ്കിൽ എഴുതി കുറച്ചു കാലം ആയ ആൾക്കാരും എല്ലാം എൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇത് തമ്മിലും പൊതുവെ ഈ കാലഹരണം, ഈ എഴുത്ത് തലമുറകൾ കൊണ്ട് അല്ലെങ്കിൽ കാലം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന
ഘട്ടം കൊണ്ട് അല്ലെങ്കിൽ ഇത്ര കാലം മുമ്പാണ് ജീവിച്ചതെന്ന് വെച്ചിട്ട് കല, ഭാഷ അല്ലെങ്കിൽ നമ്മുടെ അഭിരുചി ഒക്കെ കാലഹരണപ്പെടുമോ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യം എന്ന് വെച്ചാൽ എവിടെയോ ഞാൻ വായിച്ചത് ഓർക്കുന്നുണ്ട്. പുതിയ കാലത്തുള്ള പുതിയ ചെറുപ്പക്കാരുടെ രചനകൾ വന്നപ്പോഴത്തേക്ക് മറ്റ് പല ആൾക്കാരും വിൻറ്റേജ് റൈറ്റേഴ്സായി മാറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അങ്ങനെ പല പല വ്യാഖ്യാനങ്ങൾ വരികയും മറ്റും ചെയ്തു. അത് അങ്ങനെ ആവണമെന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ പുതിയ കാലത്തുള്ളൊരു ഭാഷ എന്ന് പറയുന്നത് അതിൻ്റെ സംവേദനം എന്ന് പറയുന്ന സംഗതിയിലാണ് വ്യത്യാസം കിടക്കുന്നത്. സംവേദനം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു പത്രം വായിച്ചതിന് ശേഷം ഒരു കൊലപാതക സ്റ്റോറി വായിച്ചതിന് ശേഷം എൻ്റെ അടുത്ത വീട്ടിലുള്ളൊരു കുട്ടി അവൻ വായിച്ചു. ഇവിടെ അടുത്തൊരു ലോഡ്ജിലൊരു ലേഡി ഇങ്ങനെ ഒരാൾ കുത്തിക്കൊന്നു എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ അകത്തൊരു പദം കിടക്കുന്നു. ഈ കൊന്നയാൾ അന്തർമുഖനായിരുന്നു എന്ന് പറയുന്നു. അപ്പം അന്തർമുഖനായിരുന്നു എന്നുള്ളൊരു പദം ആ ഒരു 23-24 വയസ്സുള്ള ആ പയ്യനെ സംബന്ധിച്ച് അവനതൊരു അന്യ പദമാണ്. അതേസമയം നമ്മളൊരു പുസ്തകത്തിൽ എഴുതുമ്പോഴത്തേക്ക് ഇത് സാധാരണ മട്ടിലേക്ക് കടന്നു വരുന്ന ഒരു പദമാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുള്ള ഈ ഭാഷ ഒരു വലിയ തടസ്സമായിട്ട് വന്ന് നിൽക്കുന്നത്. ഇന്നത്തെ കാലത്തുള്ളൊരു 20-25 വയസ്സുകാരന് ചെറുപ്പക്കാരനൊരു പുസ്തകം എഴുതുമ്പോൾ ഈ അന്തർമുഖൻ അല്ലെങ്കിൽ അന്തർമുഖത്വം എന്നുള്ള പദം അയാൾ പ്രയോഗിക്കാതെ പകരം അയാൾ എന്ത് വാക്കായിരിക്കും ആ ചെറുപ്പക്കാരൻ പ്രയോഗിക്കുക അല്ലെങ്കിൽ ചെറുപ്പക്കാരി പ്രയോഗിക്കുക എന്നുള്ളൊരു സ്ഥലത്ത് നിന്ന് ഭാഷ വളരെയേറെ ലളിതവൽക്കരിക്കപ്പെട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നൊരു ആണ് ഏറ്റവും അടിസ്ഥാനം. അല്ലാതെ സാഹിത്യം വെച്ചിട്ടുള്ള നിങ്ങളുടെ സാഹിത്യം വെച്ച് നിങ്ങൾ കാണിക്കുന്ന വിദ്യകൾ ഒന്നും ഈ കമ്മ്യൂണിക്കേഷന് തടസ്സമായിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ കാലത്തുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഗാഢമായ ഒരു കഥാപാത്രത്തിൻ്റെ ജീവിതാവസ്ഥകളിലേക്ക് നുഴഞ്ഞു പോയി അതിനെക്കുറിച്ച് 10 പേജുകൾ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. പക്ഷേ ആ 10 പേജ് എഴുതുന്നതിൽ സംവേദനം എത്ര എന്നുള്ളൊരു പ്രധാന പ്രശ്നം. ഞാൻ നേരത്തെ ഈ പറഞ്ഞ വാക്കുകൾ എന്ന് പറയുന്നത് ഈ പുതിയ തലമുറയിലുള്ള ഇനി വരാനിരിക്കുന്ന തലമുറയിലുള്ള മലയാളം പറയുന്ന കുട്ടികളെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു ലാളിത്യം എന്ന് പറയുന്ന എൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സംവേദനമാണ്. സംവേദനം പരമാവധി. ഇപ്പം ഞാൻ പണ്ട് 25 വർഷം മുമ്പ് ഒരു സാങ്കേതിക വിദ്യയിൽ ഒരു നോവൽ എഴുതി, ടെക്നോളജിന് ഒരൊറ്റ അടിക്കുറിപ്പ് പോലും അതിൻ്റെ അകത്ത് ചേർത്തില്ല. കാര്യം നമ്മൾ കാലഹരണപ്പെടുമെന്നുള്ള ഭയം അന്നേ ഉണ്ടായിരുന്നുകൊണ്ടാണ്. അപ്പം അന്ന് നമ്മൾ 20കളിലുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു. ഇന്നൊരു അടിക്കുറിപ്പില്ലാതെ അടിക്കുറിപ്പ് ഉണ്ടാകാതിരുന്നതിൻ്റെ കാരണം അതിൻ്റെ സാങ്കേതിക വിദ്യയിലുള്ള പദങ്ങൾ പകരമായി വരില്ല എന്ന് വെച്ചിട്ട് അതിൻ്റെ അതേ സാങ്കേതിക പദങ്ങൾ തന്നെയാണ് ഉപയോഗിക്കാൻ നിർബന്ധിതമായ സ്ഥലങ്ങളിൽ ഉപയോഗിച്ചത്. അതിന് യാതൊരു വിധത്തിലുള്ള കോട്ടവും പറ്റില്ല. കാര്യം പകരം ഒരു മലയാള വാക്ക് വരികയോ ആ വാക്കുകൾ ഈ ഭാഷയെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ സാങ്കേതികമായ ഈ ഇംഗ്ലീഷിലുള്ള വാക്കുകളെ മറികടക്കുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ ഭാഷ തന്നെ ഒരു വശത്തേക്ക് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇനി ഒരു ഭാഷയുടെ വളർച്ച എത്ര കണ്ട് സാധ്യമാവുമെന്ന് പറയാൻ പറ്റില്ല. സാങ്കേതികമായ എല്ലാ പദങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ തമിഴിൽ ചെയ്യുന്നത് പോലെയുള്ള ബദൽ പദങ്ങളോ മലയാളത്തിലൊന്നും കണ്ടെത്താതെ ഇതുമായി ചേർന്നൊരു ലോകഭാഷ അതുപോലെ സ്വീകരിച്ചാൽ മതി എന്നുള്ളത് അത് തെറ്റാണെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ആരും നമ്മുടെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയ അതിരികൾ ഇതൊന്നും ഇല്ലാതെ സഞ്ചരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷനാണ് വേണ്ട. ആ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ സാഹിത്യത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാനിത് 10-15 വർഷം എഴുതുന്ന എഴുത്തുകളിൽ ഒരിടത്തും സാഹിത്യം അല്ലെങ്കിൽ കടിച്ചാൽ പൊട്ടാവുന്ന ഒരു പദവും ഒരു ചെറുപ്പക്കാർക്ക് വരുമ്പോൾ ഒരു ചെയ്യുന്ന ഒറ്റ സംവേദനത്തിൻ്റെ കുറുകെ നിൽക്കുന്ന ഒരൊറ്റ പദവും പോലും ഉണ്ടാകരുതെന്നുള്ള ആഗ്രഹത്തിലാണ് എഴുതുന്നത്. എൻ്റെ എഡിറ്റിങ്ങിൽ അത് വരുന്നുണ്ട്. എന്നിട്ടും വല്ലതുമൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ പാകപ്പിഴകളും ഇതുമാണ്. അല്ല ഒരു ചെറിയ പദം പോലും ഒരു ചെറുപ്പക്കാരിയോ നമ്മുടെ പുസ്തകത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ വായനയുടെ സുഗമമായ യാത്രയിൽ നിന്ന് മാറ്റി നിർത്താനായി ഇടയാക്കരുത് എന്നുള്ള ചിന്തയാണ് ഇപ്പോഴും
എഴുതുമ്പോൾ എനിക്കുള്ളത്. കാര്യത്തിൽ അനൂപിൻ്റെ കാര്യം വെച്ച് ഇതെന്താണെന്ന് ധാരണ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ശരിക്കും ഈ ആഖ്യാനത്തിൽ വന്നിട്ടുള്ള കാലാനുസൃതമായി വന്നിട്ടുള്ള അല്ലെങ്കിൽ ഓരോ കാലത്തും വരുന്ന മാറ്റത്തെക്കുറിച്ചുള്ള ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ അത് കാലത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല, കാലമല്ല പ്രശ്നം. കാരണം ഇപ്പോൾ ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന് പറയുന്ന കൃതിയിലെ ഒരു വാക്കും അതിലെ ഒരു പ്രയോഗങ്ങളും ആർക്കും മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രണയകഥകളായിട്ട് പറയുന്ന പ്രേമലേഖനമാണെങ്കിലും പത്മരാജൻ്റെ ലോലയാണെങ്കിലും അതുപോലെ എത്ര മഞ്ഞ്, MTയുടെ മഞ്ഞ്, അങ്ങനെ മലയാളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ആദ്യകാലം തൊട്ട് ഇന്ദുലേഖ തൊട്ട് ഇങ്ങോട്ട് എടുത്താൽ മലയാളത്തിലെ പ്രമുഖമായ പ്രണയ മികച്ച നോവലുകളൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള ദുരൂഹതയുമില്ലാതെ അല്ലെങ്കിൽ അതിൻ്റെ ആ കഥയുടെ മികവ് കൊണ്ട് അത് പറയുന്ന ആഖ്യാനത്തിൻ്റെ ഭാഷയുടെ സംശുദ്ധി കൊണ്ട് ഏറ്റവും കൂടുതൽ ഇതേ സമയത്ത് തന്നെയാണ് കോട്ടയത്ത് നിന്ന് ഇതേ വിഷയങ്ങളൊക്കെ തന്നെ പ്രണയ വിഷയം തന്നെ കൈകാര്യം ചെയ്യുന്ന കോട്ടയം വാരികളിൽ നിന്ന് വാരികകളിൽ നിന്ന് നമ്മൾ പറയുമായിരുന്ന വാരികളിൽ നോവൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. കാരണം ഏതാണ്ട് ഈ മലയാള സാഹിത്യത്തിൽ അല്ലെങ്കിൽ ലോക സാഹിത്യത്തിൽ ഇതുപോലുള്ള കൃതികൾ ആഖ്യാനത്തിൽ വളരെ വ്യത്യസ്തമായ രചനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് പ്രണയത്തെ വിഷയമാക്കി ഈ പറയുന്ന വാരികകളിൽ ലക്ഷക്കണക്കിന് കോപ്പികൾ വിൽക്കുന്ന തരത്തിൽ നോവലുകൾ വന്നുകൊണ്ടിരുന്നത്. അത് എഴുതുന്ന ആൾക്കാരും സാഹിത്യപ്രവർത്തനം തന്നെയാണ് നടത്തിയത്. അല്ലെങ്കിൽ മലയാളത്തിൽ മുട്ടത്തുവർക്കി മലയാളത്തിലെ വായനക്കാരെ സ്വാധീനിച്ചതുപോലെ അക്കാലത്ത് മറ്റൊരു എഴുത്തുകാരനും മലയാളി വായനക്കാരെ സ്വാധീനിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആത്യന്തികമായിട്ട് എഴുത്തുകാരൻ എഴുതുന്നത് പിന്നെ വായനക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ തരത്തിൽ പക്ഷേ എഴുതുന്ന ആളുടെ ഭാഷാപരമായ നിലപാടുകളും അല്ലെങ്കിൽ ഭാഷാപരമായ പരിജ്ഞാനവും അദ്ദേഹത്തിൻ്റെ സർഗാത്മകമായ കഴിവുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ കാലത്തും എഴുതുന്നത്. ഇപ്പോൾ യുളീസസ് അത്ര പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കൃതിയല്ല. പക്ഷേ അത് തീരുമാനം എടുത്ത് വായിക്കുമ്പോൾ അതിലൂടെ ചിലപ്പോൾ ഒരു പക്ഷേ ഒന്നിലേറെ തവണ. അതുപോലെ മലയാളത്തിൽ എത്രയോ കൃതികളുണ്ട്. ഇപ്പം കുമാരനാശാൻ്റെ നളിനി വായിക്കുന്ന അതേ മനസ്സോടെ പ്രരോദനം വായിക്കാൻ വായനക്കാർക്ക് കഴിയില്ല. കാരണം പ്രരോദനം ഒരേ ആൾ തന്നെ എഴുതിയതാണ്. കുമാരനാശാൻ തന്നെ എഴുതിയാണ് പ്രരോദനവും നളിനിയും അല്ലെങ്കിൽ ചിന്താവിഷ്ടയായ സീതയൊക്കെ. അത് ഓരോ വിഷയവും ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു വിഷയം എങ്ങനെയാണോ ഒരു എഴുത്തുകാരനെ അത് ബാധിക്കുന്നത്, അതിൻ്റെ ഒരു അയാൾ എങ്ങനെയാണ് അതിലൂടെ അയാളുടെ ഉള്ളിലൂടെ അത് സഞ്ചരിക്കുന്നത്, അത് പിന്നെ അയാൾ ഭാഷയിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത്. എന്തോ പറഞ്ഞ പോലെ യാതൊരു തരത്തിലുള്ള ദുരൂഹതയുള്ള പദങ്ങളും നമ്മൾ ഉപയോഗിക്കാതിരിക്കാം. പക്ഷേ ഇപ്പോൾ കോട്ടയം വാരികകളിൽ വന്നിരുന്ന നോവലുകളിൽ ഞാൻ വായിച്ചിട്ടുണ്ടത്. അപ്പോൾ അതേക്കുറിച്ച് രസകരമായ ഒരു സംഭവം OV വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ കോട്ടയം വാരികകളിൽ ലക്ഷക്കണക്കിന് കോപ്പികൾ വിൽക്കുന്നു എന്നൊക്കെ വാർത്ത വന്നപ്പോൾ അദ്ദേഹം കോട്ടയം വാരിക സംഘടിപ്പിച്ച് ഒരു നോവൽ വായിച്ചു തുടങ്ങിയപ്പോൾ ആ നോവൽ വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അടുത്ത ആഴ്ചയായപ്പോൾ അദ്ദേഹത്തിന് ആ ദിവസമായപ്പോൾ ആ നോവൽ അടുത്ത ലക്കം വായിക്കാൻ തോന്നി. അങ്ങനെ ഡൽഹിയിലാണല്ലോ, അപ്പോൾ ഡൽഹിയിൽ വെച്ച് അദ്ദേഹം രണ്ടാമത്തെ ലക്കവും വായിച്ചതിന് ശേഷം മൂന്നാമത്തെ ആഴ്ചയായപ്പോൾ വീണ്ടും രാവിലെ അദ്ദേഹം ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി ഈ വാരിക വായിച്ചിട്ട് മൂന്നാമത്തെ ലക്കം വായിച്ചു. അദ്ദേഹത്തെ ഭയങ്കരമായി ഈ വായിക്കാനുള്ളൊരു കൗതുകം കോട്ടയം വാരിക വായിച്ചപ്പോൾ കോട്ടയം ഞാൻ ഏത് വാരിക എന്ന് പറയുന്നില്ല, മംഗളം പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇതിപ്പോൾ ഒന്നും അങ്ങനെ വലിയ ദുരൂഹതയൊന്നുമില്ല. മംഗളം വാരികയിൽ വന്ന ഒരു നോവൽ ഇവിടെ ഇങ്ങനെ ലക്ഷക്കണക്കിന് കോപ്പി വിൽക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് കേട്ടിട്ട് മലയാളത്തിൽ ഒരു സാഹിത്യവാരിക ഏറ്റവും കൂടുതൽ സാഹിത്യ സംബന്ധമായ ഒരു സാംസ്കാരിക വാരിക ഏറ്റവും കൂടുതൽ വിറ്റതെന്ന് എനിക്ക് തോന്നുന്നു MT വാസുദേവൻ നായരുടെ രണ്ടാമൂഴം വരുന്ന സമയത്ത് കലാകൗമുദിയാണ്. 95,000 കോപ്പി. അത് 1,00,000 കടക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അത് 95,000 കോപ്പി വരെ അച്ചടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അത്രയും കോപ്പി വിറ്റിട്ടുള്ള മറ്റൊരു സാഹിത്യ വാരിക ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പം മലയാളത്തിൽ തന്നെ ഇപ്പോൾ സജീവമായി നിലനിൽക്കുന്ന ഭാഷാഭൂഷണിയാണെങ്കിലും മാതൃഭൂമിയാണെങ്കിലും ദേശാഭിമാനി തുടങ്ങിയ ഏത് വാരികയാണെങ്കിലും നമുക്കതിൻ്റെ സർക്കുലേഷനെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ആഖ്യാനത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇപ്പം OV വിജയനെ പോലെ ഒരാളിങ്ങനെ ഒരു ഉദാഹരണ സഹിതം ഇങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അത് വായിക്കാനൊരു കൗതുകം ഉണ്ടാക്കുന്നുണ്ട്. അത് മലയാളത്തിൽ ഇന്ന് ആ വാരികയില്ല, കേരളത്തിൽ അത് നിലച്ചുപോയ ഒരു വാരികയാണ്. അപ്പോൾ ഓരോ സമയത്തും അങ്ങനെയുള്ള ഓരോ ഭാവുകത്വം, ഓരോ വായനാ സംസ്കാരം ഉണ്ടാവും. അതിൽ പലതരത്തിലുള്ള
ഭാഷാപരമായിട്ടും ആഖ്യാനത്തിൻ്റെ കാര്യത്തിലുമൊക്കെയുള്ള വ്യത്യസ്തതകൾ സംഭവിക്കും. അത് തികച്ചും അത് എഴുതുന്ന ആൾക്കാരും അത് വായിക്കുന്ന ആൾക്കാരും ഒക്കെ തന്നെ പല പല ക്രോസ് സെക്ഷനായിട്ട് തന്നെ ഭാഷയിലുണ്ടാവും. മലയാളത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. സി വി രാമൻപിള്ളയുടെ നോവലുകൾ വായിച്ചിട്ട് എനിക്കതിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്നില്ല എന്ന്, വേണ്ട തരത്തിൽ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എം ടി തന്നെയാണ് പറഞ്ഞത്. എം ടി മലയാളത്തിലെ ഏറ്റവും ഒറേഷ്യസ് റീഡർ എന്ന് പറയാൻ പറ്റുന്ന, മലയാളത്തിലെ ഏറ്റവും കൂടുതൽ വായിക്കുന്ന എഴുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് സി വിയുടെ നോവലുകളുടെ ഭാഷയും അതിൻ്റെ ആ തരത്തിൽ വിചാരിക്കുന്ന തരത്തിൽ, അദ്ദേഹം വിചാരിച്ച തരത്തിൽ സി വിയുടെ നോവലുകളിലൂടെ വായിച്ച് ആസ്വദിച്ച് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ വ്യക്തിനിഷ്ഠമാണ്. ഭാഷയിലും ഒക്കെ ഇപ്പോൾ ഈ കൂടുതൽ വിൽക്കുന്നു എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടല്ലോ, ഇപ്പോൾ ലക്ഷക്കണക്കിന് കോപ്പി വിൽക്കുന്നു എന്ന് പറയുന്ന നോവലുകൾ അല്ലെങ്കിൽ ഏത് സംഭവമാണെങ്കിലും അതൊരു തെറ്റൊന്നുമില്ല. വായനക്കാർ ആ രീതിയിൽ മാറി വരുമ്പോൾ അതിനനുസരിച്ച് എഴുതുന്നൊന്നും തെറ്റൊന്നുമില്ല. അതിപ്പോൾ എല്ലാ ഭാഷയിലും അങ്ങനെ ഉണ്ട്. ഇപ്പം തമിഴിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മലയാളികൾ വാല്യൂ കൊടുക്കുന്ന എഴുത്തുകാരനാണ്, നമ്മൾ ഇത് കൊടുക്കുന്ന ആളാണ് പെരുമാൾ മുരുകൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകം അവിടെ വിൽക്കുന്ന പ്രസാധകരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ കുറച്ച് കോപ്പികളാണ് അവിടെ വിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഒരു സാധാരണ ഒരു റൈറ്റർ എഴുതുന്ന പുസ്തകങ്ങളുടെ അത്രയും തന്നെ ഈ പെരുമാൾ മുരുകൻ്റെയൊക്കെ പുസ്തകങ്ങൾ തമിഴ് വിൽക്കുന്നുള്ളൂ. എല്ലാ ഭാഷയിലും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഓരോ കാലത്തും ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ആഖ്യാന രീതികളും ഭാഷയും ഒക്കെ വരും. അതിലൂടെ എല്ലാം ഭാഷയും നമ്മുടെ എഴുത്തും ഒക്കെ കടന്നു പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ മുട്ടത്തുവർക്കി പരാമർശിക്കപ്പെട്ടു. മുട്ടത്തുവർക്കിയുടെ കാലത്ത് എഴുതിയ പല ആളുകളും പിൽക്കാലത്ത് വളരെ പ്രധാനപ്പെട്ട ആളുകളെ അടയാളപ്പെടുത്തുകയും കീഴാള ജീവിതവും മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികളുടെ ജീവിതം തുടങ്ങിയിട്ടുള്ള ജീവിതത്തെ വളരെ സത്യസന്ധമായി ആവിഷ്കരിച്ച, ലളിതമായ ഭാഷ ആവിഷ്കരിച്ച മുട്ടത്തുവർക്കി ഏറെക്കുറെ മാഞ്ഞു പോവുകയും ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഇവിടെ എക്സിബിഷൻ നടക്കുമ്പോൾ മുട്ടത്തുവർക്കിയുടെ പുസ്തകങ്ങൾ തീരെയില്ല. ഇപ്പോൾ ഈ വെളുത്ത കത്രീന എന്നുള്ള വളരെ തീക്ഷ്ണമായ ഒരു പ്രമേയം കൈകാര്യം ചെയ്ത പുസ്തകത്തിൻ്റെ കോപ്പിയേ ഇല്ല. അപ്പോൾ ഇതിൽ നിരൂപകരെടുക്കുന്ന കാലാകാലങ്ങളിൽ സാഹിത്യത്തെ വിലയിരുത്തി അടയാളപ്പെടുത്തിക്കൊണ്ട് അടുത്ത തലമുറയിലേക്ക് കൊടുക്കുന്ന ആ പ്രക്രിയ എവിടെയോ വേറെ ചില സ്വാധീനങ്ങളാൽ പെട്ടിട്ട് വളരെ ജനപ്രിയമെന്നോ അല്ലെങ്കിൽ റെലവൻ്റോ ആയിട്ടുള്ള ആളുകളെ തമസ്കരിക്കുന്ന ഒരു പ്രക്രിയ കൂടി ഇതിനകത്ത് ഇൻവോൾവ് അല്ലേ എന്നൊരു പ്രശ്നം ഞാൻ ഉന്നയിക്കുകയാണ്. എന്തോ സംസാരം അല്ല, അതിനകത്ത് പുതിയ കാലം ഭേദമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയുടെ കാലം വന്നതോടുകൂടി ഈ നിരൂപകർ അല്ലെങ്കിൽ നിരൂപകരുടേതായ അവരുടെ ചില അഭിരുചികൾ വായനക്കാരനിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചില ബൗദ്ധികമായ വ്യായാമത്തിന് ഈ വായനക്കാരെ നിർബന്ധിച്ചു കൊണ്ട് ഇതൊക്കെയാണ് മലയാളത്തിലെ സാഹിത്യധാര, ഇവരൊക്കെയാണ് എഴുത്തുകാർ എന്നുള്ള മട്ടിൽ നിന്നുള്ള അവരുടെ ഒരു പ്രകടനം അല്ലെങ്കിൽ ആ ഒരു ഇത് പറ്റേ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വന്ന ശേഷം അപ്രത്യക്ഷമായി. അതിന് എന്തെല്ലാം അപാകങ്ങൾ ഇതിനുണ്ടെന്ന് നമ്മൾ പറഞ്ഞാലും അതിൽ വലിയൊരു ഡെമോക്രസി അല്ലെങ്കിൽ ഒരു ജനാധിപത്യവൽക്കരണം ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ഓരോ മനുഷ്യൻ്റെ ജീവിതവും അയാളുടെ വായനയാവട്ടെ, അയാൾ എന്ത് കാണണമെന്നാവട്ടെ, എന്താണെന്ന് വെച്ചാൽ അയാളുടെ ഒരു ചെറിയ ജീവിതമാണ്, അയാളുടെ സന്തോഷത്തെ പ്രതി വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് ഏത് പുസ്തകം, ഏത് സിനിമ കാണണം, പിന്നെ ഏത് തരത്തിൽ ഭക്ഷണം കഴിക്കണം, എത്ര തരത്തിൽ ജീവിക്കണം എന്നുള്ളതിൻ്റെ അകത്ത് വായനയും പെട്ടു, അല്ലെങ്കിൽ പുസ്തകവും പെടുകയും അവർക്ക് ഇഷ്ടമുള്ളത് വായിക്കാനായി അത്തരത്തിലുള്ള അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുന്ന ഒരുപിടി എഴുത്തുകാരുടെ ഒരുപിടി വായനക്കാർ അവരുടെ കൂട്ടായ്മകൾ ഉണ്ടാക്കുകയും മറ്റും ചെയ്തുകൊണ്ട് വളരെ തമസ്കരിക്കപ്പെട്ട് കിടന്ന പല പുസ്തകങ്ങളും അവർ തന്നെ സോഷ്യൽ മീഡിയകളിലൂടെ ഉയർത്തിക്കൊണ്ടുവന്ന ചരിത്രം, എഴുത്തുകാരെ ഉയർത്തിക്കൊണ്ടുവന്ന ചരിത്രം ഈ സാമൂഹിക മാധ്യമങ്ങൾക്ക് ഉണ്ട്. അതിൻ്റെ എല്ലാ കുഴപ്പങ്ങൾക്കും അപ്പുറത്തേക്ക് അത് കൊണ്ടുവന്ന് വലിയ ജനാധിപത്യപരമായ ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഏത് ഗഹനമായ സാഹിത്യവും ഏത് തരം സാഹിത്യവും വായിക്കാൻ ഉള്ള സ്പേസ് ഉള്ളതുപോലെ തന്നെ ഒരാളുടെ അഭിരുചിയെ അയാളുടെ അഭിരുചി ഇതാണെന്നും അത് മാറി ഉദാത്ത സാഹിത്യം വായിക്കുകയും വായിക്കലിൽ വരിക എന്നൊക്കെ പറഞ്ഞ അയാളുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ട് മാറി. അപ്പോൾ ആ സ്വാതന്ത്ര്യമാണ്
അപ്പോൾ ഈ പുസ്തക വായനയെ സംബന്ധിച്ചും പരമപ്രധാനമായിട്ടുള്ളൊരു സംഗതിയുണ്ട്. കാര്യം സാഹിത്യത്തിന് മേലെയാണ് ജീവിതം എന്നിരിക്കെ ആ സ്വാതന്ത്ര്യം വളരെ ഇതാണ്. എനിക്ക് ഇമ്പമുള്ളത്, എനിക്കിഷ്ടമുള്ളതാണ് എൻ്റെ വായന. ആ വായനയിലൂടെ ഞാൻ എൻ്റെ അഭിരുചികളെ ഞാൻ അഭിവൃദ്ധിപ്പെടുത്തിക്കൊള്ളാം. അഥവാ ഞാൻ അഭിവൃദ്ധിപ്പെടാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, ഞാൻ എൻ്റെ രസം ഉണ്ടാകുന്ന ഘടനയിലൂടെ ഞാൻ മുമ്പോട്ട് പോകാനാണ് എനിക്ക് താല്പര്യം എന്ന് പറയാനുള്ള ആർജവവും ധൈര്യവും ഇക്കാലത്താണ് വായനക്കാർക്ക് കിട്ടിയതെന്നാണ് എനിക്കിതിൽ നിന്നും തോന്നുന്നത്. നമ്മുടെ എഴുത്തുകാരോട് അവർ പ്രകടിപ്പിച്ച അഭിപ്രായത്തോടുള്ള നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. മൈക്ക് ഏൽപ്പിക്കാം, കൈപൊക്കിയാൽ മതി. എൻ്റെ പേര് വെള്ളക്കടവ് ഷാഫി. ഞാൻ വലിയ എഴുത്തുകാരനൊന്നുമല്ല, ഒരു കഥാപുസ്തകം മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. റഫീഖിൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ നിന്നാണ്. ഒരു 18 ചെറുകഥകളാണ്. എനിക്ക് ശ്രീ ഇന്ദുഗോപനോട് ഒരു ചോദ്യം. ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ, നോവൽ, ഈ വേലയിലെ മികച്ച 10 പുസ്തകങ്ങളുടെ പേരെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഈ 10 പുസ്തകങ്ങളുടെ അത് ഇന്ദു പറയാതിരുന്നത് നന്നായി തോന്നുന്നു. കാരണം ഈ 10 പുസ്തകങ്ങളുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കവിത നന്നായിട്ട് വായിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ചീരാമേരുതം തൊട്ട് ഇങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ 200 പുസ്തകങ്ങളുടെ പേര് 20 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റും. ഇപ്പോൾ നോവൽ വായിക്കുന്ന ആളാണെങ്കിൽ അയാൾക്കും ഒരു 200 പുസ്തകങ്ങളുടെ പേര് പറയാൻ പറ്റും, തീർച്ചയായിട്ടും വായിക്കുന്ന ഒരാളാണെങ്കിൽ. അതുകൊണ്ടായിരിക്കണം ഇന്ദു പറയാതിരുന്നത് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഈ ആഖ്യാനത്തിൻ്റെ കാര്യം തന്നെയാണ് നമ്മൾ സംസാരിച്ചു തുടങ്ങിയത്. അതിനെക്കുറിച്ച് കൂടുതൽ അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ദുവിൻ്റെ ഒരു നിലപാട് പറഞ്ഞു. പിന്നെ ആഖ്യാനത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എല്ലാ കാലത്തും ഏതെങ്കിലും ഒരു ആഖ്യാന രീതി തന്നെ എഴുത്തിൽ നിലനിന്നിട്ടൊന്നുമില്ല. കാരണം എല്ലാ കാലത്തും ഈ മലയാളത്തിലെ ഏറ്റവും ഖസാക്കിൻ്റെ ഇതിഹാസം സീരിയലൈസ് ചെയ്യുകയും അല്ലെങ്കിൽ പുസ്തകമായി വരുന്ന സമയത്ത് തന്നെയാണ് ഈ പറയുന്ന കോട്ടയത്ത് നിന്ന് ഇറങ്ങിയിരുന്ന ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റിരുന്ന നോവലുകളും ഇറങ്ങിയിരുന്നത്. അപ്പോൾ അതൊക്കെ 2 തരത്തിലുള്ള വായന മലയാളത്തിൽ നിന്നല്ല എല്ലാ ഭാഷയിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ കാലത്തും നിലനിൽക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ എത്ര ചർച്ച ചെയ്താലും ഇനിയും വരാൻ പോകുന്ന കാലത്തും ഇങ്ങനെയുള്ള എല്ലാത്തിലും, ഈ സാഹിത്യത്തിൽ മാത്രമൊന്നുമില്ല, രാഷ്ട്രീയത്തിലും സംഗീതത്തിലും ഒക്കെ തന്നെ പല ധാരകളുണ്ടാവും. അതൊക്കെ അതിൻ്റെ ഏത് കാലം വരെ നിലനിൽക്കും എന്ന് അതിൻ്റെ ഒരു മൂല്യം അനുസരിച്ച് നിലനിൽക്കുന്ന ഒരു കാര്യമായിരിക്കും. CB രാമൻപിള്ളയുടെ നോവലുകൾ മലയാളത്തിൽ നന്നായിട്ട് വായിച്ച് ആസ്വദിച്ചിട്ടുള്ള വായനക്കാർ എത്രയുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം CBയെക്കുറിച്ച് ഗാഢമായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരെയൊക്കെ എനിക്കറിയാം, നന്നായിട്ട് വായിച്ചിട്ടുള്ളവരുണ്ട്. പക്ഷേ പലപ്പോഴും ഞാൻ കേരളത്തിൻ്റെ തന്നെ വടക്കൻ മേഖലയിലുള്ള സാഹിത്യത്തിൽ പൂർണ്ണമായി ഇടപഴകുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പോലും അവർ CBയുടെ ഭാഷയിലൂടെ അത്ര ലളിതമായി കടന്നു പോകാൻ കഴിയില്ല. MTയുടെ നോവലുകളിലൂടെയോ അല്ലെങ്കിൽ വിജയൻ്റെ ഖസാക്ക് വായിക്കുന്നത് പോലെ ഒന്നും തന്നെ അത്ര ലളിതമായി വായിക്കാൻ പറ്റുന്ന, അത് CBയുടെ ഒരു ഭാഷാ പരിജ്ഞാനവും അദ്ദേഹത്തിൻ്റെ ചരിത്രബോധവും അദ്ദേഹം ജീവിച്ച സാഹചര്യവും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആഖ്യാനത്തെ രൂപപ്പെടുത്തുന്നത് എനിക്ക് തോന്നുന്നു. അത് എല്ലാ കാലത്തും എന്തെഴുതുന്നവരെയും അത് ആ രീതിയിൽ സ്വാധീനിക്കും. ഇപ്പോൾ തന്നെ ഓരോ കാലത്തും സർക്കാരുകൾ മാറി മാറി വരുന്ന സമയത്ത് അതിനനുസരിച്ച് നയം മാറ്റുന്ന എഴുത്തുകാരുണ്ട്. അപ്പോൾ അവരുടെ ഭാഷ മാറും, അവരുടെ രീതികൾ മാറും, അവർ പറയുന്ന കാര്യങ്ങൾ ഈ ഗവൺമെൻറ് മാറുന്നതിന് 1 വർഷം മുമ്പ് തന്നെ ഈ ആശയപരമായി ചില വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുകയും ചിലതിനോട് യോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന എഴുത്തുകാരുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ മാറി മാറി നിലനിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഭാവുകത്വത്തിലെ ഉന്നതവും താണതുമായ 2 തലങ്ങളെന്ന് പറയുന്നത് ഭാവിയിൽ മാഞ്ഞു പോകും എന്ന് തന്നെയാണോ അനൂപ് കരുതുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന എല്ലാ കാലത്തും അങ്ങനെ ഒരു നമുക്കങ്ങനെ കൃത്യമായി നിർവചിക്കാൻ പറ്റുന്ന ഒരു ഭാവുകത്വം നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതാത് കാലത്തിൻ്റെ സാധ്യതകളനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അതിനെ ഏറ്റെടുക്കുന്ന ആൾക്കാർ 2 വിഭാഗമായിട്ട് തന്നെ 2 ധാരകളായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾക്ക് രാഷ്ട്രീയത്തിലെ ബഹുസ്വരത എന്നൊക്കെ പറയുന്നതും അതുപോലെ സംഗീതത്തിൽ നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മൾ ചലച്ചിത്ര സംഗീതം ആസ്വദിക്കുന്നു. പക്ഷേ ലളിതമായ സാഹിത്യത്തിനോടൊരു യോജിപ്പ് എന്ന മട്ടിൽ പാടില്ലല്ലോ. എല്ലാത്തിലും ബഹുസ്വരത എന്നുള്ള, എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യമുണ്ട്, വായനയിലും അതുണ്ട് എന്നുള്ളതാണ്. ഈ പുതുതലമുറയും നവീന ആഖ്യാന സംഗീതങ്ങളും എന്നുള്ള ടോപ്പിക്കിലുള്ളൊരു വളരെ ഹ്രസ്വമായൊരു ചർച്ചയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. സമയത്തിൻ്റെ പരിമിതിയുണ്ട്. അപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ
സി അനൂപിനും പ്രിയപ്പെട്ട ഇന്ദുഗോപനും പങ്കെടുത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിച്ചതായി അറിയിക്കുന്നു.